ലോകകപ്പ് ഫുട്ബോളിന്റെ കവാടത്തിൽ 28 വർഷമായി കാൽമുട്ടിയെന്ന ഒരു ജനതയുണ്ട്. നോർവേ. അവരുടെ വൈക്കിംഗ് പടയൊരുക്കം ഒരു പഴങ്കഥയായി മാറിയോ എന്ന് ലോകം സംശയിച്ചു. എന്നാൽ ആ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. ആ നിശബ്ദത തകർത്തെറിഞ്ഞുകൊണ്ട് യൂറോപ്പിലെ മഞ്ഞുമലകളിൽ നിന്നും ഒരു തീജ്വാല ഉയർന്നു. അയാളുടെ കൈകളിലായിരുന്നു നോർവേയുടെ ലോകകപ്പ് സ്വപ്നം. ലോകകപ്പിന് മുമ്പേ നോർവീജിയൻ ആരാധകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ആ 25-കാരന്റെ പേരാണ് എർലിംഗ് ഹാലണ്ട്. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ യൂറോപ്പിലെ ഏറ്റവും കരുത്തരായ ടീമുകൾക്കൊപ്പമായിരുന്നു നോർവേയുടെ പോരാട്ടം. എന്നാൽ ഹാലണ്ട് എന്ന ഗോൾ ടോർണാഡോ മുന്നിൽ നിന്നപ്പോൾ നോർവേ ഭയം എന്തെന്ന് പോലും അറിഞ്ഞില്ല. കളിച്ച 8 മത്സരങ്ങൾ, അതിൽ ഒരൊറ്റ തോൽവി പോലുമില്ല. സമ്പൂർണ്ണ വിജയം നേടിയ ആ വൈക്കിംഗ് പടയുടെ ക്യാപ്റ്റൻ ഒഡെഗാർഡ് ആയിരുന്നെങ്കിലും റൺസ് വാരിക്കൂട്ടിയത് ഹാലണ്ട് എന്ന ബാറ്റ്സ്മാൻ ആയിരുന്നു. വെറും 8 മത്സരങ്ങളിൽ നിന്നും അയാൾ അടിച്ചുകൂട്ടിയത് 16 ഗോളുകൾ. ഒരു യൂറോപ്യൻ യോഗ്യതാ റൗണ്ടിൽ ഒരു കളിക്കാരൻ നേടുന്ന ഏറ്റവും ഉയർന്ന ഗോൾ നേട്ടമാണിത്. ഈ നേട്ടം, ഈ സ്ഥിതിവിവര കണക്കുകൾ പറയുന്നത് ഹാലണ്ട് കളിക്കുന്നത് വെറും കളിക്കാർക്കൊപ്പമല്ല, ചരിത്രത്തോടൊപ്പമാണ് എന്നാണ്. മറ്റു ടീമുകൾക്ക് 8 ഗോൾ നേടാൻ ടീം മുഴുവൻ വേണ്ടി വന്നപ്പോൾ ഹാലണ്ട് ഒറ്റക്ക് അതിന്റെ ഇരട്ടി അടിച്ചുകൂട്ടി. നോർവേയുടെ വിജയമന്ത്രം വ്യക്തമാണ്: പന്ത് ഹാലണ്ടിന് നൽകുക, എന്നിട്ട് ഗോളടിക്കാനായി കാത്തിരിക്കുക. ലോകകപ്പ് യോഗ്യത ഉറപ്പിക്കാൻ അവർക്ക് മുന്നിൽ ഇനി ഒരൊറ്റ കടമ്പ മാത്രം. 4 തവണ ലോക ചാമ്പ്യന്മാരായ ഇറ്റലിയുടെ വീടായ സാൻ സീറോ. ചരിത്രപരമായ സമ്മർദ്ദം നോർവേയെ വിഴുങ്ങിയേക്കാവുന്ന നിമിഷം. ഇറ്റലി ആദ്യം മുന്നിൽ കടന്നു, 1-0. നോർവീജിയൻ ആരാധകർ നിശബ്ദരായി. പക്ഷെ അവിടെയാണ് ഹാലണ്ട് എന്ന പോരാളി ഉണർന്നത്. സഹതാരം നൂസ സമനില പിടിച്ച ശേഷം കളി പൂർണ്ണമായും ഏറ്റെടുത്തത് ഹാലണ്ട് ആയിരുന്നു. കളി തീരാൻ 12 മിനിറ്റുകൾ മാത്രം. സാൻ സീറോയിലെ ലക്ഷത്തിനടുത്ത് വരുന്ന ആരാധകർക്ക് മുമ്പിൽ ഇറ്റാലിയൻ പ്രതിരോധത്തിന്റെ ആത്മവിശ്വാസം തകർത്തെറിഞ്ഞുകൊണ്ട് 78-ാം മിനിറ്റിൽ അയാളുടെ ആദ്യ പ്രഹരം. നോർവേ മുന്നിൽ. ഇറ്റലി ഒന്ന് ശ്വാസം വിടും മുമ്പേ 79-ാം മിനിറ്റിൽ അയാൾ രണ്ടാമതും നിറയൊഴിച്ചു. ആരും പ്രതീക്ഷിക്കാത്ത വേഗതയിൽ പ്രതിരോധത്തെ കീറിമുറിച്ച് രണ്ടാമത്തെ ഗോൾ. ഹാലണ്ട് എന്ന ഇടിമിന്നൽ സാൻ സീറോയെ നിശബ്ദമാക്കി. ഇറ്റലിയെ 4-1 തകർത്തെറിഞ്ഞ് നോർവേ ലോകകപ്പ് ടിക്കറ്റ് ഉറപ്പിച്ചു. മത്സരത്തിന്റെ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ഹാലണ്ട് മുട്ടുകുത്തി ആശ്വാസം പൂണ്ടത് ആ 28 വർഷത്തെ ഭാരം ഇറക്കി വെച്ചതുപോലെയായിരുന്നു. ഹാലണ്ടിന്റെ അച്ഛൻ ആൽഫിംഗെ കളിച്ച 1998 ശേഷം ആദ്യമായി നോർവേ ലോകകപ്പിന് യോഗ്യത നേടുമ്പോൾ അതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ്. 16 ഗോളുകളുമായി ടീമിന്റെ നെടുന്തൂണായ ഹാലണ്ട് ലോകകപ്പിൽ കളിക്കാനുള്ള തന്റെ ആദ്യ അവസരത്തിനായി കാത്തിരിക്കുകയാണ്. നോർവേയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയ ഈ യുവതാരം ഈ ലോകകപ്പിന്റെ വലിയ വേദിയിൽ എന്തൊക്കെ അത്ഭുതങ്ങൾക്ക് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് കാത്തിരുന്ന് കാണാം. ഹാലണ്ടിന്റെ കാലം തുടങ്ങിയിട്ടേയുള്ളൂ. ഫുട്ബോളിന്റെ ചരിത്രത്തിൽ നോർവേയെ അടയാളപ്പെടുത്താൻ പോകുന്ന ആ മഹത്തായ യുഗത്തിന് അയാൾ തിരികൊളുത്തി കഴിഞ്ഞു.